ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവനോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് നമുക്കായി നൽകപ്പെടുന്ന ദൈവവചനത്തെ സ്വീകരിക്കാനും ദൈവവചനത്തെ കാതോർക്കാനും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശു ആരാധന, 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 യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 119 130 ആ തിരുവചനം നമുക്ക് ഓർക്കാം. അങ്ങയുടെ വചനത്തിന്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും, എളിയവർക്ക് അത് അറിവ് പകരും. ദൈവത്തിന്റെ വചനം പ്രകാശമായ വചനം, അറിവ് പകരുന്ന വചനം. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വന്തമാക്കാൻ നമുക്ക് ഒന്നുകൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് വാഴണമേ, നിറയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാതോർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, ശ്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, ശ്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. യോർദാനിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മീതെ നിറഞ്ഞ് നിറഞ്ഞ് കവിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോർദാനദിക്കരയിൽ പാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ. യോർദാനദിക്കരയിൽ പാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ. ലോകസുഖമേതും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. ലോകസുഖമേതും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദൈവത്തിന്റെ ജീവനുള്ള ആത്മാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ ദൈവീക മനുഷ്യരാക്കി മാറ്റുന്ന ചൈതന്യമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ മനസ്സുകളിൽ വന്ന് കുടിയിരിക്കണമേ, ഞങ്ങളുടെ ചിന്തകളിൽ അങ്ങ് ആവസിക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നിറയണമേ, 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 കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം. റോമാ 5:5. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ,
സ്നേഹമായി, സ്നേഹാഭിഷേകമായി, സ്നേഹത്തിൻ്റെ ജീവനായി ഞങ്ങളിലേക്ക് വന്നൊന്ന് നിറയണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ചേർന്ന് പാടാമോ? നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു തിരുവചനം, ദൈവാത്മാവ് നമുക്ക് നൽകുന്ന തിരുവചനം ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്കൊന്ന് സ്വീകരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 16-ാം തിരുവചനം. 2 കോറിന്തോസ് 4:16. നല്ല അഭിഷേകമുള്ള വചനമാണ്. നമ്മളെ കൂടുതൽ കൂടുതൽ അഭിഷേകത്തിൽ വളരാൻ പ്രചോദിപ്പിക്കുന്ന വചനമാണ്. ഒരു വിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ നിന്നും കുറിച്ചു വെച്ച സുന്ദരമായൊരു തിരുവചനം. ആ തിരുവചനത്തെ നമുക്കൊന്ന് സ്വീകരിക്കാം. ഏറ്റുചൊല്ലി ആ തിരുവചനം നമുക്ക് ഉച്ചരിക്കാം. 2 കോറിന്തോസ് 4:16. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഒരിക്കൽ കൂടെ ചേർന്ന് പറയാം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളിലെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന്റെ കാതല് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, മനോഹരമായൊരു തിരുവചനത്തെ അതിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച് അതിൽ നിന്നും ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് അത് ജീവിക്കാനുള്ള ഒരു പരിശ്രമം നമുക്കിപ്പോൾ നടത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിന്റെ സായാഹ്നത്തോടെ എടുക്കുമ്പോൾ അവനെ തന്നെ ഒന്ന് അവലോകനം നടത്തിയിട്ട് പറയുകയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ ഭാരപ്പെടുന്നൊന്നുമില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നൊന്നുമില്ല, ഞങ്ങൾ ഭയപ്പെടുന്നുമില്ല. അതിൻ്റെ കാരണം പൗലോസ് അപ്പോസ്തലൻ അവൻ്റെ ജീവിതത്തെ ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ടൊന്ന് പരിശോധിച്ചിട്ട് പറയുകയാണ്. ഇതിൻ്റെ കാരണം ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ ഒന്ന് പുറമേ കണ്ണോടിക്കുമ്പോൾ ശാരീരികമായ ക്ഷീണമുണ്ട്, സഹനമുണ്ട്, ശാരീരികമായ പല രോഗങ്ങൾ അലട്ടുന്നുണ്ടാവാം, പലതരത്തിലും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം. പക്ഷെ ഒരു കാര്യം, ഒരു സത്യം പൗലോസ് മനസ്സിലാക്കുകയാണ്. ആന്തരിക മനുഷ്യൻ, ഉള്ളിൽ കിടക്കുന്ന തേജസ്, ചൈതന്യം, അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ആത്മീയതയിൽ ആഴപ്പെടുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു സവിശേഷത ദൈവം പരിശോധിക്കുന്നുണ്ടെങ്കിൽ അത് പൗലോസ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നിന്റെ ഉള്ളിലുള്ള ചൈതന്യം നവീകരിക്കപ്പെടുന്നുണ്ടോ? നിന്റെ ഉള്ളിലുള്ള അഭിഷേകം വളരുന്നുണ്ടോ? പ്രതിദിനം നവീകരിക്കപ്പെടേണ്ട ഉൾക്കാമ്പിനെ കുറിച്ച്, പ്രതിദിനം അഭിഷേകം ചെയ്യപ്പെടേണ്ട നിന്റെ മനസ്സിന്റെ കാതലായ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടം, ബാഹ്യമനുഷ്യൻ ക്ഷയിക്കുന്നതിന് ആനുപാതികമായി, അതല്ലെങ്കിൽ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആന്തരിക മനുഷ്യൻ ചത്തുപോയി എന്നുള്ളതാണ്. ഇതൊന്നുമില്ല, ഇത് അതിനു മുമ്പേ തന്നെ ക്ഷീണിച്ച് ചത്ത് അതിൻ്റെ മരവിച്ച അവസ്ഥയിൽ കിടക്കാണ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ നിയമാവർത്തനം 34-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കണം. സുന്ദരം ഒരു വചനം അവിടെ കിടപ്പുണ്ട്. വചനം എങ്ങനെയാണ്? മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സായിരുന്നു, എന്നാൽ അവൻ്റെ കാഴ്ച മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല.
120 വയസ്സുള്ള ഈ കാർന്നോരി വല്യപ്പൻ അവന്റെ മരണത്തിനടുക്കുമ്പോൾ ഇവന്റെ ഉള്ളിലെ ചൈതന്യം ജ്വലിച്ചു നിന്നിരുന്നു. നമ്മൾ ചില മനുഷ്യരുടെയൊക്കെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, അതല്ലെങ്കിൽ ചില പ്രായമായ വല്യമ്മമാരൊക്കെ മരിച്ചു കിടക്കുന്നിടത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഇവരുടെ മുഖത്ത് കാണുന്ന തേജസ് ഒരുപാട് തവണ അച്ഛൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് പുഞ്ചിരിക്കാൻ പറ്റാത്ത വിധം അത്ര നൈർമല്യത്തോടും പ്രസന്നതയോടും കൂടി നമുക്ക് മരിച്ചോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ കിടക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറില്ലേ? വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ചാൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഇങ്ങനൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനത് വായിച്ചത് ഇങ്ങനെയാണ്: അന്ന് രാത്രി സിസ്റ്റർ ഡൊമിനിക് മരിച്ചു. മരണശേഷം സിസ്റ്ററുടെ മൃതദേഹം കൂടുതൽ തേജോമയമായി. ഈ മരിച്ചുപോയ സിസ്റ്ററിനെ ഒരുക്കാൻ അവസരം ലഭിച്ചത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കാണ്. ഫൗസ്റ്റീനയും കൂടെയുണ്ടായിരുന്ന സിസ്റ്റേഴ്സും മൃതദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ, ഈ സിസ്റ്റർ മരിച്ചോ? കോൺവെന്റിലെ സുപ്പീരിയർ അടുത്ത് വരുന്നു, അവരെല്ലാവരും കൂടെ പരിശോധിക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെയാണ് വായിച്ചത്: ഒരു കണ്ണാടി എടുത്ത് അതരത്തോടടുപ്പിച്ച് ഈർപ്പം കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. പരിശോധിക്കുമ്പോൾ ഈർപ്പമൊന്നുമില്ല. പിന്നെ ഡോക്ടർ വന്നു. പരിശോധന കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ സഹോദരി മരിച്ചിട്ട് 5 മണിക്കൂറിലധികമായി. പൗലോസ്ലീഹ പറയണം, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ശാരീരികമായി ബാഹ്യമായി നമുക്കിങ്ങനെ പ്രായം കൂടുന്തോറും നമ്മുടെ ആന്തരികതയിൽ പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പല്ല് കൊഴിയണ സമയത്ത് നിന്റെ ഉള്ളിലെ ആന്തരിക മനുഷ്യന് ഒരു കുഞ്ഞി പല്ല് മുളയ്ക്കുക. ഒരു മുടി കൊഴിയുന്ന സമയത്ത്, ഒരു മുടി നരയ്ക്കണ സമയത്ത് ഈ ആന്തരികതയിൽ ഒരു ശൈശവത്വം, ഒരു നിഷ്കളങ്കതയിലേക്കുള്ള യാത്ര ബലപ്പെടുക. അത് സംഭവിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മനസ്സിന്റെ നവീകരണത്തിലൂടെ കടന്നു പോകണം. മനസ്സിനെ നവീകരിക്കുക. അതിൻ്റെ ആദ്യം പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശരീരത്തെ സജീവവും വിശുദ്ധവുമായ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ഇങ്ങനൊരു പരിവർത്തനത്തിൻ്റെ, ഇങ്ങനൊരു നവീകരണത്തിൻ്റെ അധ്യായങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ശരീരത്തിൻ്റെ അധമ വാസനകളിൽ നിന്ന് നമ്മളിങ്ങനെ ഉയർത്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെങ്ങനെ സാധിക്കും? മുമ്പോട്ട് പോകും തോറും ഒരു പിമ്പോട്ട് നടത്തം കൂടെ ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബാഹ്യമായി നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് സമാന്തരമായി ദൈവത്തിലേക്കുള്ള യാത്ര വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം, ബലപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിന് ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മളായിത്തീരുക, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മളായിത്തീരുക, നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മളായിത്തീരുക. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ കാണുന്നു, എന്ത് കാണുന്നു, ആരെ നോക്കുന്നു, അതാണ് വിഷയം. പരിശുദ്ധ കുർബാന ആരാധിക്കുന്നവൻ ആരാധനയായി മാറുന്നുണ്ടോ? വചനം കേട്ടുകൊണ്ടിരിക്കുന്നവൻ വചനത്തിൻ്റെ അഭിഷേകമായി രൂപാന്തരപ്പെടുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് അപ്പസ്തോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മടക്കയാത്ര മുമ്പോട്ട് പോകും തോറും ആവശ്യമായി വരുന്നു. ഒരു തിരികെ നടത്തം, ഒരു പിന്തിരിഞ്ഞു നോട്ടം,
ഒരാത്മശോധന നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. നമ്മുടെ ഒരു വലിയ കുഴപ്പം ബാഹ്യമായി നമ്മളെല്ലാം ഭംഗിയാക്കുന്നു എന്നുള്ളതാണ്. ആര് കണ്ടാലും കുറ്റം പറയാത്ത വിധം, ആര് നോക്കിയാലും ആരളന്നു നോക്കിയാലും ഒരു പാകപ്പിഴയും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധം എല്ലാം ഭംഗിയായി നടത്താൻ, എല്ലാം അതിൻ്റെ മെനയ്ക്ക് അവതരിപ്പിക്കാൻ നമുക്കറിയാം. പക്ഷേ ഉള്ളു കാണുന്ന ദൈവത്തിന് നമ്മെ അതിൻ്റെ ആഴത്തിൽ പിടികിട്ടും. ചില സമയത്തൊക്കെ അപകടങ്ങളിൽ മരിച്ചവരെ കണ്ടാൽ അവർ അപകടങ്ങളിൽ മരിച്ചവരാണ് നമുക്ക് തോന്നില്ല. കാരണം ചിലപ്പോൾ അവരുടെ മുഖത്ത് മുറിപ്പാടുകൾ ഉണ്ടാവില്ല, ശരീരത്തിൽ ക്ഷതങ്ങളോ വടുക്കളോ പാടുകളോ ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ് മരണകാരണം. അത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ വൈകിപ്പോകും. പക്ഷെ പുറമേ കണ്ടാൽ ഇത് അപകടത്തിൽ മരിച്ചതാണെന്നോ മരിക്കാൻ സാധ്യതയുണ്ടായിരുന്നെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. അച്ഛൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ, ഇതേ അവസ്ഥ നമ്മുടെ ആന്തരിക മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയതയുടെ ഞരമ്പ് മുറിയുകയും നമ്മുടെ വിശ്വാസം ഒലിച്ചു പോവുകയും നമ്മുടെ വിശുദ്ധി ചോർന്നു പോവുകയും നമ്മുടെ പുണ്യങ്ങളുടെ ജീവകോശങ്ങൾ മരവിച്ചു പോവുകയും നമ്മുടെ ആത്മീയതയുടെ നാഡീ ഞരമ്പുകൾ സ്പന്ദനം നിലച്ചു പോവുകയും ചെയ്യുന്ന ഒരാത്മീയ ദുരന്തം ആകസ്മികമായി സംഭവിക്കാം. ചിലപ്പോൾ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു വളർച്ച സംഭവിക്കാം. ആര് കണ്ടാലും ഇതൊന്നും മനസ്സിലാവില്ല. എല്ലാം ഭംഗിയാണെന്ന് നടിക്കാൻ നമുക്ക് വളരെ വ്യക്തമായി പരിശീലനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആത്മീയതയുടെ ഞരമ്പ് മുറിയുകയും വിശ്വാസം ഒലിച്ചു പോവുകയും വിശുദ്ധി ചോർന്നു പോവുകയും പുണ്യങ്ങൾ മരവിച്ചു പോവുകയും ചെയ്യുന്ന ദുരന്തം. ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 13-14 കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവിൻ. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ്. ചങ്ക് കാണുന്നവന്റെ മുമ്പിൽ അവൻ കാണുന്നത് പോലെ നവീകരിക്കപ്പെട്ടേ പറ്റൂ. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൽ 13 നമ്മൾ കാണുന്നത് ഈ ജനം അധരം കൊണ്ട് ബഹുമാനിക്കും, ഇവരുടെ ഹൃദയം ഇവിടെ ഇല്ല. അതേ വചനമാണ് മത്തായി 15 ഈശോ പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഒരു മടക്കയാത്ര നമ്മൾ അനുവദിച്ചേ പറ്റൂ. ഇതൊരു പരിഹാരത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു വശത്തെ രോഗം അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടെ പിടിമുറുക്കുന്നു. ഒരു വശത്ത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്നു. ഇതെത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം ഒരു തരം സംശയങ്ങൾ, ഒരു തരം അനിശ്ചിതത്വം നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മടക്കയാത്ര ശക്തിപ്പെടുത്തിയേ മതിയാവൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തിരിച്ചു നടത്തം, നമ്മുടെ ആത്മശോധന, നമ്മുടെ മടക്കയാത്ര ബലപ്പെടുത്തിയേ പറ്റൂ. ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിന് ആനുപാതികമായി നവീകരിക്കപ്പെടേണ്ട ആന്തരിക മനുഷ്യനെ കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. പൗലോസ് പറയുകയാണ്, കൊളോസുസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം. കൊളോസുസ് ലേഖനം 3:10 വചനം പറയുകയാണ്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. എഫേസ്യസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 പൗലോസ് പറഞ്ഞ, ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ അറിയണം. ഈ കാലഘട്ടം പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ വായിച്ചറിഞ്ഞിട്ട് ഒരു മടക്കയാത്രയും ഒരു പരിഹാര ജീവിതവും ഒരു തിരികെ നടത്തവും നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുന്ന പരിഹാര പ്രവൃത്തികളും ആരംഭിക്കാൻ പൗലോസ് ലേഖ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് ലേഖ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഭഗ്നാശരാകേണ്ടി വരില്ല. പൗലോസ് ലേഖ
പൗലോസ്ലീഹ ഭഗ്നാശനാവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണമാണ് ആന്തരിക മനുഷ്യൻ്റെ ബലപ്പെടുത്തലിലൂടെ സൂചിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ ഭഗ്നാശരാവാതിരിക്കാൻ, നിരാശ പിടിമുറുക്കാതിരിക്കാൻ, ഉള്ളിൻ്റെ ഉള്ളിലെ ദൈവിക സാന്നിധ്യത്തെ ഊതിക്കത്തിക്കുന്ന മനുഷ്യരാകാൻ ഈ നിമിഷങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന 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 ആരാധന. പരിശുദ്ധ കുർബാനയിൽ വാഴുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ തിരുവചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വെണ്മയുള്ളപ്പത്തിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കേണ്ട മേഖലകളെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് തിരികെ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി നൽകിയ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ നിന്ന് ഇത്തരം ചിന്തകളിലേക്ക് വരാൻ ഞങ്ങളെ സഹായിക്കണം. ഓ പ്രിയപ്പെട്ട ദൈവമേ, വിലാപങ്ങൾ 3:40 ഞങ്ങൾ ഓർക്കുന്നു. നമുക്ക് നമ്മുടെ മാർഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം. ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടാൻ, സ്രഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി പുതിയ മനുഷ്യനെ ധരിക്കാൻ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അധമ വഴികളിൽ നിന്ന് ഒരു പരിഹാരത്തിന്റെ ചൈതന്യത്തിലൂടെ ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ വായിച്ചറിഞ്ഞും ഗ്രഹിച്ചു ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തി അങ്ങയിലേക്ക് തിരിയാൻ, അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയുടെ പരിശുദ്ധ സ്വർഗം കരസ്ഥമാക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ദൈവമേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ആമേൻ. ആരാധന 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 ആരാധന. കർത്താവേ, ധൂർത്തപുത്രനെ പോലെ അങ്ങയുടെ അരികിലേക്ക് മടങ്ങി വരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ ചൈതന്യം വഴി നവീകരിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജോയൽ പ്രവചനം 2:13. ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവിൻ. വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ട നാളുകളിൽ, അങ്ങയുടെ സന്നിധിയിലേക്ക് തിരികെ നടക്കേണ്ട നാളുകളിൽ ആത്മശോധന ചെയ്തും ജീവിതത്തെ തിരികെ പിടിച്ചും അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ ഓ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. മടങ്ങി വരുന്നു ഞാൻ ഈശോയെ, നാഥ, മടങ്ങി വരുന്നു ഞാൻ. ഓരോ ജീവിതങ്ങളെയും സുബോധമോടെ തിരുസന്നിധിയിൽ ആമേൻ മടങ്ങി വരുന്നു ഞാൻ. ഈശോയെ,
സുബോധമോടെ തിരുസന്നിധിയിൽ മടങ്ങി വരുന്നു ഞാൻ. നിൻ മകനെന്നു വിളിച്ചിടുവാനാ യോഗ്യതയില്ലേലും മടങ്ങി വരുന്നു ഞാൻ. നാഥാ മടങ്ങി വരുന്നു ഞാൻ. കർത്താവെ, അങ്ങ് ആശീർവദിക്കുന്ന നിമിഷം, അങ്ങ് ഞങ്ങളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്ന സമയം, ഞങ്ങളെ തന്നെ മുഴുവനായും അങ്ങയോട് ചേർത്ത് വെച്ചു. അങ്ങയുടെ ആശീർവാദത്തിന്റെ തണലിൽ ഞങ്ങളെ തന്നെ നവീകരിച്ചു. ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തി ഞങ്ങളെ തന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റാൻ അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.